ദുൽഹിജ്ജയിലെ 10 ദിവസങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൽ അമലു ഫി അയ്യാമിൽ അശ്രി അഫ്ളല മിനൽ അമലി ഫി ഹാദിഹി. ഈ 10 ദിവസങ്ങളിൽ ചെയ്യുന്ന കർമ്മങ്ങളെക്കാൾ ശ്രേഷ്ഠമായ കർമ്മങ്ങളായി മറ്റൊന്നുമില്ല. സ്വഹാബത്ത് ചോദിച്ചു, വലൽ ജിഹാദു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ ഒരു മനുഷ്യൻ യോദ്ധാവായി പുറപ്പെട്ട് അദ്ദേഹം യുദ്ധം ചെയ്യുകയാണെങ്കിലോ? നബി തങ്ങൾ പറഞ്ഞു, വലൽ ജിഹാദു, യുദ്ധത്തിനും ഇത്ര പ്രാധാന്യമില്ല. ഇല്ലാ റജുലൻ ഖറജ യുഖാതിറു ബിനഫ്സിഹി വമാലിഹി ഫലം യർജി ബിശൈഇൻ. ഒരാൾ യുദ്ധത്തിന് പോയി അദ്ദേഹം ഒന്നുമില്ലാതെ, അദ്ദേഹത്തിന്റെ ശരീരം പോലും ഇല്ലാതെ മയ്യിത്താണ് തിരിച്ചു വന്നത്, എന്നാൽ ഒഴികെ. അപ്പൊ ഷഹീദായാൽ ഒഴികെ ഷഹീദിന് വലിയ പ്രതിഫലമുണ്ട്. യുദ്ധത്തിൽ പങ്കെടുക്കുന്നതിനേക്കാൾ ഈ ദിവസങ്ങളിൽ അമലിന് കൂലിയുണ്ട് എന്ന് മനസ്സിലാക്കി തരാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പ്രയോഗം നടത്തിയത് വലിയ പ്രാധാന്യമുണ്ട്. ഒരുപാട് ഹദീസുകൾ കാണാം. അഫ്ദലു അയ്യാമി ദുനിയ അയ്യാമുൽ അശ്ർ. ദുനിയാവിലെ ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമാണ് ഈ 10 ദിവസങ്ങൾ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചയുണ്ട്. പെരുന്നാളിനോടനുബന്ധിച്ചുള്ള ഈ 10 ദിവസങ്ങൾ, ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങളാണോ ഏറ്റവും ശ്രേഷ്ഠം? അല്ല. റമദാനിലെ അവസാനത്തെ 10 ദിവസമാണോ? അവർ ചർച്ച ചെയ്തെടുത്ത് കാണാം, പകലുകളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഈ 10 ദിവസങ്ങൾക്കാണ് ഏറ്റവും ശ്രേഷ്ഠത. റമദാനിനേക്കാൾ ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠത, റമദാന്റെ അവസാനത്തെ 10-നേക്കാൾ ശ്രേഷ്ഠത ഈ 10 ദിവസങ്ങൾക്കാണ്. കാരണം ഈ ദിവസങ്ങളിൽ എല്ലാ അമലുകളും ഒരുമിച്ച് കൂടുന്നുണ്ട്. നിസ്കാരമുണ്ട്, ഏതായാലും ഖുർആൻ പാരായണമുണ്ട്, നോമ്പുണ്ട്, സുന്നത്തായ നോമ്പ് ഇൻഷാ അല്ലാഹ് പറയാം, ഹജ്ജുണ്ട്, എല്ലാം ഒരുമിച്ച് കൂടുന്ന ദിവസങ്ങളാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങൾക്ക് അതിനേക്കാൾ കൂടുതൽ പവറുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. മറ്റൊരു ഹദീസിൽ, മാ മിൻ അയ്യാമിൻ അൽ അമലു സ്വാലിഹു ഫീഹാ അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാമി യാനി അയ്യാമൽ അശ്ർ. ഈ 10 ദിവസങ്ങളിൽ ചെയ്യുന്ന കർമ്മങ്ങളെക്കാൾ അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട മറ്റൊരു കർമ്മവുമില്ല എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദുൽഹിജ്ജയിലെ 10 ദിവസങ്ങൾ എന്നത് മുഅ്മിനായ ഒരു മനുഷ്യന് കിട്ടുന്ന വലിയ സൗഭാഗ്യമാണ്. ആ ദിവസങ്ങളെ ഉപയോഗപ്പെടുത്താനുള്ള ശ്രമം നടത്തണം. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു തങ്ങൾ പറയാണ്, ഇഫ്അലുൽ ഖൈറ ദഹ്റകും. നിങ്ങളുടെ കാലങ്ങളിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന നല്ല നല്ല സമയങ്ങൾ നിങ്ങൾ ഉപയോഗിക്കണം. അല്ലാഹുവിന്റെ റഹ്മത്ത് അത് നിങ്ങൾ അന്വേഷിക്കുകയും അത് നേടിയെടുക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്യണം. കാരണം ഒരാൾക്ക് അല്ലാഹുവിന്റെ റഹ്മത്ത് ലഭിച്ചാൽ അദ്ദേഹം രക്ഷപ്പെടും.